ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ്, നിങ്ങളോടുള്ള താല്പര്യം എന്താണ്, ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സിറ്റുവേഷൻസ് എന്താണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു ചിത്രം തിരഞ്ഞെടുക്കുക. 3 തവണ ശ്വാസം വലിച്ചു വിട്ടതിന് ശേഷം നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം ചിത്രം തിരഞ്ഞെടുക്കുക. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്ന ഒന്നാമത്തെ ചിത്രം സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗാണ് നോക്കാൻ പോകുന്നത്. അത് ഈ ഒരു ചിത്രം സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ വ്യക്തിയെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലിട്ടൊന്ന് ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത വ്യക്തികളുടെ റീഡിംഗാണ് നോക്കാൻ പോകുന്നത്. അതായത് ഒന്നാമത്തെ ചിത്രം സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിംഗാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം അവരുടെ സിറ്റുവേഷൻസ് എന്താണ്, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പൈൽ ചിത്രം സെലക്ട് ചെയ്ത വ്യക്തികൾ, നിങ്ങളുടെ ഇപ്പോഴത്തെ ചിന്താഗതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തികൾക്ക് കുറേ അധികം കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് അറിയണമെന്നുണ്ട്. അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ എന്താണ് പറ്റിയത്, എന്ത് തടസ്സമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലോട്ട് വന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയെ കാണാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഈ വ്യക്തിയോട് അടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ എന്താണെന്ന് ഈ വ്യക്തിക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല. ഒരു തടസ്സം, കുറേ അധികം തടസ്സങ്ങളുണ്ട്. പക്ഷേ എന്തൊക്കെയോ കാര്യങ്ങൾ മിന്നി മറയുന്നുണ്ട്. കുറേ അധികം ആൾക്കാർ ഈ റിലേഷൻഷിപ്പിലോട്ട് വരുന്നുണ്ട്, കടന്നു വരുന്നുണ്ട്. പക്ഷേ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണോ, ഒരു ടിൻ ഫ്ലെയിം ജേണിയാണോ, എന്താണ്, കുറേ അധികം പ്രശ്നങ്ങൾ ലൈഫിലോട്ട് വരുന്നുണ്ട്. ഈ ഒരു റിലേഷൻ തുടങ്ങിയതിന് ശേഷം കുറേ അധികം തടസ്സങ്ങളും പ്രശ്നങ്ങളും വരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ സേഫാക്കി നിർത്തിയതിന് ശേഷം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഭയങ്കരമായി കഠിനമായിട്ടുള്ള പ്രശ്നങ്ങളും സിറ്റുവേഷൻസും വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല. നിങ്ങൾ ആരാണെന്ന് അറിയാൻ വേണ്ടിയായിരിക്കാം മേ ബി ഐ തിങ്ക് ഈ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ അടുത്തോട്ട് വന്നത്. നിങ്ങൾക്ക് കൂടുതലും അടി, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലും താഴ്ചയാണ് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് തരുന്നത്. ഐ തിങ്ക് നിങ്ങളെക്കാളും ഒരുപടി മേളിൽ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളെ ചിന്തിക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ഒരു നേരം ചിന്തിക്കുകയോ അല്ലെങ്കിൽ ഒരു നേരം ആലോചിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകളും ചിന്തകളും എടുത്ത് അയവിറക്കുന്നതും കുറേ അധികം ആ വ്യക്തിയോട്ട് അടുക്കണമെന്നുണ്ടെങ്കിൽ പോലും ആ വ്യക്തിയിലോട്ട് അടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടും കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. ആ വ്യക്തി ഭയങ്കരമായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ വ്യക്തിയുടെ ലൈഫ് മെച്ചപ്പെടുത്തണം, അല്ലെങ്കിൽ ആ വ്യക്തിക്കും ഈ ഒരു യൂണിവേഴ്സിൽ ഒരു ഇടം വേണം, അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തിൽ ആൾക്കും ഒരു ഉന്നത സ്ഥാനത്തിലോട്ട് എത്തണം എന്നുള്ളൊരു മുൻകരുതൽ വെച്ചുകൊണ്ട് കുറേ അധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ടും ഈ വ്യക്തിയുടെ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഫാമിലിക്ക് ഭയങ്കരമായൊരു പണമുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, ഭയങ്കരമായിട്ടും ഹൈ പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്കും അതേ കണക്ക് പൊസിഷനിൽ എത്തണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഭയങ്കരമായിട്ടും കഠിനാധ്വാനം ചെയ്യുന്നൊരു സിറ്റുവേഷനിൽ കാണുന്നുണ്ട്. ഭയങ്കരമായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ലക്ഷ്യം ഉള്ളതായിട്ട് കാണുന്നുണ്ട് ആ വ്യക്തിക്ക്. ഈ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ, ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവുന്നുണ്ട്, നിങ്ങളടുത്തോട്ട് വരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സോൾ കണക്ഷൻ, ഇത് നിങ്ങൾ തമ്മിലുള്ള കുറേ അധികം ആൾക്കാർക്ക് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ അല്ലെങ്കിൽ പോലും ഒരു സോൾ കണക്ഷനാണ് ഉണ്ടാവുന്നത്. ഈ വ്യക്തിയുടെ അടുത്തോട്ട് പോകണം. ചിലപ്പോൾ മൈൻഡ് ആ വ്യക്തിയുടെ അടുത്തോട്ട് അങ്ങോട്ട് ആ വ്യക്തിയെക്കുറിച്ച് മാത്രം തന്നെ ചിന്തിക്കുക, ആ വ്യക്തിയെക്കുറിച്ച് മാത്രം തന്നെ അലട്ടുക. എങ്കിൽ പോലും നിങ്ങളെ അങ്ങോട്ട് വിടാണ്ട് പിടിച്ചിരിക്കുന്ന എന്തോ ഒരു തടസ്സം, അല്ലെങ്കിൽ നിങ്ങളെ അങ്ങോട്ട് വിടാണ്ട് പിടിച്ചിരിക്കുന്ന എന്തോ ഒരു സിറ്റുവേഷൻസ്, എന്തൊരു മാന്ത്രിക വടി നിങ്ങളുടെ കയ്യിലുള്ളതായിട്ട് കാണാൻ പറ്റും. നിങ്ങളുടെ ടെംപ്റ്റേഷൻ, നിങ്ങളുടെ മനസ്സ് ചാഞ്ചാടി ആ വ്യക്തിയുടെ അടുത്തോട്ട് പോകും. ആ വ്യക്തിയുടെ ഓർമ്മകൾ, ആ വ്യക്തിയുടെ സിറ്റുവേഷൻ നിങ്ങൾ ഓർക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഓർക്കാൻ താല്പര്യമില്ല എങ്കിൽ കൂടെയും ആ വ്യക്തിയുടെ അടുത്തോട്ട് പോകുന്നൊരു സിറ്റുവേഷൻ, മേ ബി
ആ വ്യക്തിയുടെ മാനിഫെസ്റ്റേഷൻ സ്കില്ലായിരിക്കും, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ എനർജി ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഒഴുക്കിക്കയറുന്ന എനർജി ആ വ്യക്തിയുടെ അടുത്തോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു സാധനം ആ വ്യക്തിയുടെ കയ്യിലാകുമ്പോൾ നിങ്ങൾ പോയി ചോദിക്കുന്നതായിരിക്കാം. അതൊരു ഇന്നർ വർക്കായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, ഒരു ഇന്നർ സ്റ്റേജിലോട്ടുള്ളൊരു സിറ്റുവേഷൻസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തിയെ നിങ്ങൾ അങ്ങോട്ട് ആലോചിച്ച് പോകും തോറും പക്ഷേ നിങ്ങളെ അങ്ങോട്ട് വിടാണ്ട് പിടിച്ചിരിക്കുന്ന എന്തൊരു സിറ്റുവേഷൻസും ഉണ്ട്. അത് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ്. മാനസികപരമായിട്ടുള്ളൊരു പൂട്ട് ആണ് നിങ്ങൾക്ക് വന്നേക്കുന്നത്. അതായത് ഈ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ളൊരു കണക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടും ഹാർട്ട് കണക്ഷനാണ്. അതായത് ഹാർട്ട് ചക്രം, മാനസികപരമായിട്ടുള്ളൊരു കണക്ഷനാണ്. ഇഷ്ടം കൂടിയിട്ടുള്ളൊരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണാൻ പറ്റുക. ഭയങ്കരമായിട്ടുള്ളൊരു താല്പര്യം, നിങ്ങൾ ആ വ്യക്തിയിൽ അടിമപ്പെട്ടു പോയി, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയിൽ അഡിക്റ്റായി പോയി എന്നുള്ള സിറ്റുവേഷൻസാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ആ വ്യക്തി ഭയങ്കരമായിട്ടും ട്രാവൽ ചെയ്യുന്നൊരു സിറ്റുവേഷൻസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിലോട്ട് തേടി വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പുതിയൊരു സ്റ്റാർട്ടിങ്, മേ ബി ഐ തിങ്ക് പുതിയൊരു കാർമിക് സിറ്റുവേഷൻസ് ആയിരിക്കാം, പുതിയൊരു റിലേഷൻ ആയിരിക്കാം, പുതിയൊരു എൻജോയ്മെൻ്റ് ആയിരിക്കാം, പുതിയ സ്ഥലത്തോട്ട് പോകുന്നതായിരിക്കാം, പുതിയ ട്രാവൽ ചെയ്യുന്നതായിരിക്കാം, വെളിയിലാണെന്നുണ്ടെങ്കിൽ നാട്ടിലോട്ട് വരുന്ന സിറ്റുവേഷൻസ് ആയിരിക്കാം, മേ ബി പുതിയ ജോലിക്ക് കയറുന്നതായിരിക്കാം, ഓഫീസിൽ പുതിയ കമ്പനി കിട്ടുന്നതായിരിക്കും, ട്രാവൽ ചെയ്യുന്നുണ്ട്. ട്രാവൽ സംബന്ധമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഈ വ്യക്തി ചെയ്യുന്നൊരു സിറ്റുവേഷൻസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കൂടുതലധികം ഡയറ്റ് ചെയ്യുന്നൊരു ടൈം, അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നൊരു ടൈം, അങ്ങനെയൊക്കെയുള്ളൊരു കൂടുതലും ആഹാരം അല്ലെങ്കിൽ ബോഡിയൊക്കെ കൂടുതലും ശ്രദ്ധിക്കുന്നൊരു സിറ്റുവേഷൻസ് ആയിട്ടാണ് ഈ ഒരു ടൈമിൽ ആ വ്യക്തിയെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുമ്പോൾ, അല്ല കുറേ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻസ് എന്ന് പറയുമ്പോൾ ട്രാപ്പഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഫിയർ, പേടിച്ച് നിന്ന് എന്തോ ഒരു സിറ്റുവേഷൻ ചെന്ന് പെട്ടുപോയി, എന്തോ ഒരു റിലേഷനിൽ ചെന്ന് പെട്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. എന്തിനീ റിലേഷൻഷിപ്പ് എൻ്റെ ലൈഫിലോട്ട് വന്നു, എന്തിനീ റിലേഷൻഷിപ്പിൽ ഞാൻ അടിമപ്പെട്ടു പോയി, എന്തിനാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിലോട്ട് തന്നത് എന്ന് ചിന്തിക്കുന്ന കുറേ അധികം ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു പെട്ടുപോയോ, കാരണം ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടുപോയോ, വാഗ്ദാനങ്ങൾ, അങ്ങനത്തെ ഉള്ള കുറേ അധികം ഒരു പേടിപ്പെടുത്തുന്നൊരു ട്രോമയായിട്ട് മാറുന്നൊരു സിറ്റുവേഷൻസ് കുറേ അധികം ആൾക്കാർ, കാരണം പാസ്റ്റും ഈ ഒരു ടൈം വരെയും ആ വ്യക്തിക്ക് അതിൽ നിന്നും ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറേ അധികം ആൾക്കാർക്ക് ഒരു മാരേജ് ഫംഗ്ഷൻ കാണുന്നുണ്ട്. കുറേ അധികം ആൾക്കാർക്ക് ആ വ്യക്തി കല്യാണം കഴിച്ച് പോകാനുള്ളൊരു ടൈം ആയിട്ടുണ്ട്. കല്യാണം കഴിച്ച് പോവുക എന്നുള്ളതല്ല പറയുന്നത്, ഒരു കല്യാണത്തിന് ടൈം ആയി കാണാൻ പറ്റുന്നുണ്ട്. മേ ബി ഈ വ്യക്തി ഉടനെ തന്നെ കല്യാണം കഴിച്ച് പോകുന്നു, അല്ലെങ്കിൽ ഒരു മാരേജ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻ്റ് ഒക്കെ ആവുന്നതായിട്ട് കാണാൻ പറ്റുന്നു. കുറേ അധികം സിറ്റുവേഷൻസ് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. കുറേ അധികം ആൾക്കാർക്ക് നിങ്ങൾ ഈ വ്യക്തിയെ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ചെയ്തൊരു ടൈം ഉണ്ടായിരുന്നു, ഇപ്പോഴും ടൈം ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കൂടുതലും അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആ വ്യക്തിക്ക് അറിയാം. ആ വ്യക്തിയുടെ ഓറ അത്രയും പവർഫുള്ളാണ്, ആ വ്യക്തിയുടെ സൈക്കിക് എബിലിറ്റി അത്രയും പവർഫുള്ളാണ്, ആ വ്യക്തിയുടെ മാനസികപരമായിട്ടുള്ളൊരു ശക്തി ഭയങ്കര പവർഫുള്ളാണ്. അതുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തോട്ട് പോകുന്നത്. ഭയങ്കരമായിട്ടും കാമം ഉള്ളൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നത്. ഒരു കാമത്തിൻ്റെ ഒരു എനർജി, അല്ലെങ്കിൽ ഒരു പ്രാണിക്ക് എനർജി കൂടുതലും തങ്ങി നിൽക്കുന്നൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റും. കാമം ഭയങ്കര കൂടുതലുള്ള ആൾക്കാരിലോട്ട് നമ്മളുടെ എനർജി കൂടുതലും അങ്ങോട്ടായിരിക്കും ട്രാവലർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്ഫർമേഷൻ ആവുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ആ വ്യക്തിയെ മാനിപ്പുലേറ്റ് ചെയ്യണം, എങ്ങനെ കാമം കൂടുതലുള്ള വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ കൊതിപ്പിച്ചിട്ട് കടന്നു കളയുക, അങ്ങനെയൊക്കെ ഉള്ളൊരു യൂസ് ചെയ്യാൻ അറിയാവുന്നുള്ളൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തിയുടെ അടുക്കൽ നിങ്ങൾ സേഫ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ആ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ആ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് ഇതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നമുക്ക് നോക്കാം ഈ വ്യക്തി എന്താണെന്ന്. ഓക്കെ, നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത്രയും ആഗ്രഹമുണ്ട്, ആ വ്യക്തി തിരിച്ച് വരണം എന്ന ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുക, ഡോണ്ട് സ്റ്റോപ്പ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം എന്തായാലും ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. ഓക്കെ, വേറെ സിറ്റുവേഷൻസോട്ടൊന്നും പോകാണ്ടിരിക്കുക, ഡിപ്രഷൻ അടിക്കാണ്ടിരിക്കുക. ഇഫ് യു ബിലീവ്, നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, നിങ്ങളിൽ വിശ്വാസമുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തി തിരിച്ചു വരുമെന്നുള്ള ട്രസ്റ്റ് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തി പൂർണ്ണമായി നിങ്ങളുടെ അടുത്തോട്ട് വരേണ്ട വ്യക്തിയാണ്. ട്രസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അടുത്തതിൻ്റെ നമുക്ക് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങിലോട്ട് പോകാം. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ്, അതായത് രണ്ടാമത്തെ പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് തന്നെ ഭയങ്കരമായിട്ടും ആലോചിക്കുക, ആ വ്യക്തിയുടെ സിറ്റുവേഷൻ. ഐ തിങ്ക് സെക്കൻഡ് പൈൽ എനിക്ക് തോന്നുന്നു കുറച്ചധികം ഫസ്റ്റിനേക്കാളും കുറച്ചധികം അടിപൊളി സിറ്റുവേഷൻസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത വ്യക്തികളുടെ റീഡിങ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത വ്യക്തികളുടെ റീഡിങ് എന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി
വ്യക്തി ഐ തിങ്ക് ഭയങ്കര പവർഫുള്ളായിട്ടൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ആർക്കും ഈ വ്യക്തിയെ തകർക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ആർക്കും ഒന്നുകൊണ്ടും ഈ വ്യക്തിയെ സൈക്കിക് എബിലിറ്റി ഉണ്ട്, ഭയങ്കരമായിട്ടും ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ളൊരു വ്യക്തിയുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് ഭയങ്കര ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും, നല്ലൊരു ജോബ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു ജോബിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പയറിംഗ് ആയിരിക്കും ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായിട്ടും ബോഡി കെയർ ചെയ്യുന്നൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റും. ഭയങ്കരമായിട്ടും എന്താ പറയുക, ഫിസിക്കൽ ബോഡി ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സംസാരിച്ച് നിൽക്കാൻ അറിയാന്നുള്ള കുറേയധികം സ്കില്ലുകളുള്ള വ്യക്തിയായിട്ട് കാണാൻ പറ്റും. സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ദൈവവിശ്വാസം കൂടുതലുള്ള വ്യക്തിയായിട്ട് കാണാൻ പറ്റും. ഡിവൈൻ പവർ അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി, പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒരു അവേക്കിനിങ് സ്റ്റേജ് കഴിഞ്ഞിറങ്ങിയ വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കൊച്ചിലേ തൊട്ട് തന്നെ മേ ബി ഒരു ചൈൽഡ്ഹുഡ് ട്രോമാസ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻസിലൂടെ ഈ വ്യക്തി അവേക്കിനിങ് ആയൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ടും ചൈതന്യം തുളുമ്പി നിൽക്കുന്നൊരു മുഖമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തി ആർക്കും വേണ്ടി എന്ത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ആരെന്ത് ചോദിച്ചാലും ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ പൈസ ചോദിച്ചാൽ ഞാൻ പൈസ തരും, അങ്ങനത്തേക്കുള്ളൊരു വ്യക്തിയായിട്ടും കാണാൻ പറ്റുന്നു. ആർക്കും കളിപ്പിച്ചെടുക്കാൻ പറ്റുന്നൊരു വ്യക്തിയായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തി കുറേയധികം കാര്യങ്ങൾ അറിയാം, കുറേയധികം യൂണിവേഴ്സിനെ കുറിച്ച് അറിയാം, കുറേയധികം കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പഠിക്കണം എന്നുള്ളൊരു ത്വര ഈ വ്യക്തിക്കുള്ളൊരു വ്യക്തിയായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ഭയങ്കരമായിട്ടും ഇമോഷണൽ വിഡ്രോവൽ, അതായത് ഇമോഷൻ എന്ത് നിങ്ങൾ സംസാരിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ നിങ്ങളുടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഇമോഷണലി കാര്യങ്ങൾ എടുക്കുന്ന ഒരു സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്ത് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തൊരു കാര്യങ്ങൾ നിങ്ങൾ ഏർപ്പെട്ട് കഴിഞ്ഞാലും ഈ വ്യക്തിയോട് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു വ്യക്തി അതെല്ലാം ഇമോഷണലായിട്ട് എടുക്കും. എന്നിട്ട് ഡിവൈൻ്റെ അടുത്ത് പോയി പറയും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുത്ത് പോയി പ്രാവുക, അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിൽ കാണാൻ പറ്റുന്നുണ്ട്. പ്രാവിയിട്ട് പോവുക, അല്ലെങ്കിൽ ചെന്നിട്ട് അവൻ രക്ഷപ്പെടാൻ, അങ്ങനത്തേക്കുള്ളൊരു സിറ്റുവേഷൻ, അങ്ങനെയൊക്കെയുള്ളൊരു കുറേയധികം കാര്യങ്ങളുള്ളൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റും. കുറേയധികം കാര്യങ്ങൾ ഇമോഷണലി എടുക്കും, കരയും, വിഷമിക്കും. അത് നിങ്ങൾക്ക് ആഫ്റ്റർ കാർമിക്കായിട്ട് വരും, അങ്ങനത്തെ സിറ്റുവേഷൻ. ഈ വ്യക്തി നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഹോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സോൾ ഹോപ്പ് ഉണ്ട്. അതായത് നിങ്ങൾ തമ്മിലുള്ള ഒരു ഇന്നർ വർക്കായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾ രണ്ടുപേരും ഈ റിലേഷനിൽ നിൽക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും മെച്ചപ്പെട്ട രീതിയിലോട്ട് പോവുക, അല്ലെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നൊരു വ്യക്തിയായിട്ടാണ് ഈ ഒരു വ്യക്തി കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അപരനായി നിങ്ങൾക്ക് എന്തും തുറന്നു പറയാൻ പറ്റും. നിങ്ങളുടെ ഒരു സേഫ് സോൺ, കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സേഫ് സോൺ എന്ന് തന്നെ നമുക്ക് ആ വ്യക്തിയെ പറയാൻ പറ്റും. കൂടുതലും നിങ്ങൾ ആ വ്യക്തിയെ കാണുന്നതും കാര്യങ്ങൾ സംസാരിക്കുന്നതും ഒക്കെ ഒരു സേഫ് സോണിൽ നിന്നുമായിരിക്കും. നിങ്ങൾക്ക് എന്തും പറയാം. നിങ്ങളൊരു ഡിപ്രഷൻ മൂഡിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ഭയങ്കരമായിട്ടൊരു ഡാർക്ക് സിറ്റുവേഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയെടുത്ത് ചെന്ന് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ അടുത്തോട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ടൊരു പീസ്ഫുള്ളായിട്ടൊരു റെസൊല്യൂഷൻ, അല്ലെങ്കിൽ പീസ്ഫുള്ളായിട്ടൊരു സ്റ്റേറ്റിലോട്ട് നിങ്ങൾ പോകുന്നൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു ഹോപ്പ് ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ സോൾ ഹോപ്പ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഉള്ളൊരു സിറ്റുവേഷനിലാണ് ഈ വ്യക്തി കാണാൻ പറ്റുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി കൂടുതലും ഈ ഒരു ടൈമിൽ ട്രാവലർ ചെയ്യുന്നൊരു വ്യക്തിയായിട്ടും കാണാൻ പറ്റുന്നു. പുതിയ ബിസിനസ് തുടങ്ങുക, അല്ലെങ്കിൽ പുതിയ സംരംഭം തുടങ്ങുക, പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങളിലോട്ട് ഇടപെടുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ റിലേഷൻഷിപ്പിലോട്ട് കടക്കുക, ട്രാവൽ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുക, പുതിയ ഡിസിഷൻ ഈ ഒരു ടൈമിൽ ഈ വ്യക്തിയുടെ അല്ലെങ്കിൽ ഈ ഒരു സോളിന് വരുന്നൊരു സിറ്റുവേഷനായിട്ട് കാണുന്നത്. ഒന്നേന്ന് തുടങ്ങുക, എന്തൊക്കെയോ ഒന്നേന്ന് റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു തോന്നൽ ഈ വ്യക്തിക്ക് ഉണ്ടാകും. മേ ബി നിങ്ങളുടെ റിലേഷൻ തന്നെ റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള, അല്ലെങ്കിൽ കുറേ അധികം ആലോചനയ്ക്ക് ശേഷം റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള സിറ്റുവേഷനിലോട്ട് ഈ വ്യക്തി കടക്കുകയും നിങ്ങളിലോട്ട് തിരിച്ച് റിട്ടേൺ നിങ്ങളുടെ ലൈഫിലോട്ട് വരാനും ഈ വ്യക്തി ചാൻസ് ഉള്ളതായിട്ട് ഈ വ്യക്തിയുടെ ചിന്തകൾ കാണുന്നുണ്ട്. ഒരു കാർമിക് സിറ്റുവേഷൻ, ഈ ഒരു റിലേഷനിൽ പറ്റിയൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഈവിലായി കാണുന്നുണ്ട്, ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് കാണുന്നുണ്ട്, ഒരു സക്സസ് ഇല്ലായ്മ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അടുക്കുന്നത് ആർക്കോ താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആർക്കോ ഒരു തടസ്സമുണ്ട്, ആർക്കോ അത് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ റിലേഷൻ മേ ബി നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തികളായിരിക്കാം, മേ ബി നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത വ്യക്തികളായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കുറേ തടസ്സങ്ങൾ തരുന്നൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ തടസ്സങ്ങൾ തരുന്ന സിറ്റുവേഷൻസ് ആയിരിക്കും. ഈ സൈക്കിക് അറ്റാക്ക്, അങ്ങനത്തെ ഉള്ള കുറേയധികം സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷനിൽ ഉണ്ടായിട്ടുണ്ട്. മേ ബി നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം, നിങ്ങളുടെ കൂട്ടുകാരായിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, സിറ്റുവേഷൻസ് ആയിരിക്കാം, ആരുമായിരിക്കാം. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെയാണ് ഈ വ്യക്തി ഭയങ്കരമായിട്ടും ഈ വ്യക്തിയിലോട്ട് കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ വ്യക്തിയുടെ ബോഡി ശ്രദ്ധിക്കുന്നുണ്ട്, ആഹാര രീതികൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഡയറ്റ്, ജിമ്മ്, പ്ലാൻസ്, അങ്ങനത്തെ ഉള്ള കുറേയധികം സെറ്റിങ്സ് വരുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളിൽ നിന്നും പോവാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള മാനസികമായിട്ടുള്ളൊരു പിരിമുറുക്കം, അല്ലെങ്കിൽ മാനസികപരമായിട്ട് പൂട്ട് ആണ് വന്നേക്കുന്നത്.
ഇമോഷണലായിട്ട് നിങ്ങൾക്ക് ഈ വ്യക്തിയോട് ഭയങ്കരമായിട്ടും താല്പര്യമുണ്ട്. നിങ്ങളിലോട്ട് ഈ വ്യക്തി അടുപ്പിക്കുന്നത് എന്തോ ഒരു മാനസികപരമായിട്ട് നിങ്ങളുടെ ബ്രെയിൻ പറയും ആ വ്യക്തിയോടത്തോട്ട് പോകണ്ടെന്ന്, പക്ഷേ നിങ്ങളുടെ മനസ്സ് ആ വ്യക്തിയോടത്തോട്ട് കൊണ്ടെത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ. കാരണം അതൊരു ലൂപ്പ്, ഒരു കെട്ട് പിണഞ്ഞ് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ആ വ്യക്തിയിലോട്ടായിരിക്കും നിങ്ങൾ കൂടുതലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. നിങ്ങൾ ആ വ്യക്തിയോട് അടുത്തോട്ട് ചിന്തിക്കുന്ന സമയത്ത് ആ വ്യക്തിയിലോട്ട് എനർജി പോവുകയും നിങ്ങളത് ആ എനർജി തേടി പോവുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് ആയിരിക്കാം മേ ബി ഇന്നർ സ്ട്രെങ്തിൽ അല്ലെങ്കിൽ ഇന്നർ സോൾ നിങ്ങളുടെ ചെയ്യുന്നത്. അപ്പോൾ കൂടുതലും ആ വ്യക്തിയിലോട്ടാണ് നിങ്ങളുടെ എനർജി പോയിക്കൊണ്ടിരുന്നത്. മാനസികപരമായിട്ടുള്ളൊരു താല്പര്യമാണ് നിങ്ങൾ കൂടുതലും ആ വ്യക്തിയെ കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നിക്കാണും എന്താണ് എനിക്ക് ആ വ്യക്തിയോടുള്ളൊരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റിയില്ല എങ്കിൽ പോലും ഇതൊരു സോൾ കണക്ഷൻ, ഒരു മാനസികപരമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റാണ് ആ വ്യക്തിയോട് നിങ്ങളിലുള്ളത്. ഒരു മാനസികപരമായി ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടം കൂടിയ ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് മെച്ചപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ ഉന്നതമായുള്ള രീതിയിൽ ഈ വ്യക്തിക്ക് രക്ഷപ്പെടണം എന്നുള്ളൊരു ചിന്തയാണ് ഈ വ്യക്തിയുടെ സിറ്റുവേഷൻസിൽ, ഈ വ്യക്തിയുടെ കറണ്ട് ടൈമിൽ വരുന്നത്. ഫാമിലി അല്ലെങ്കിൽ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ഒക്കെ രക്ഷപ്പെട്ട ടൈമിൽ ഈ വ്യക്തിക്കും കൂടുതലും അതിൻ്റോടൊപ്പം തന്നെ ഈ ഒരു യൂണിവേഴ്സിൽ ഒരു സ്ഥാനം പിടിക്കണം അല്ലെങ്കിൽ രക്ഷപ്പെടണം എന്നുള്ളൊരു മൈൻഡാണ് ഈ വ്യക്തിക്കുള്ളത്. നിങ്ങൾക്കും അതേപോലെ തന്നെ നിങ്ങൾക്കും ആ ഒരു മൈൻഡുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ് എന്നുള്ള കാര്യം കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങളൊരു മാരേജ് ഫംഗ്ഷൻ ആയിരിക്കാം, നിങ്ങളൊരു കല്യാണം കഴിക്കുക എന്നുള്ളതായിരിക്കാം കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ എന്തോ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, എന്തോ റെഡിയായി ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്തോ കാര്യം ആലോചിച്ച് വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ റിമെയിൻ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എന്തുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കാണ്ടിരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിലോട്ട് കാണാം. ഓക്കെ, ബൈ, ടാറ്റ.